അവന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടാം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം എന്റെ 1, 2, 3 വാക്യങ്ങൾ. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ നടക്കുകയും ആജ്ഞാപിക്കുകയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സറിഞ്ഞ് നിന്നിലേക്ക് തിരികുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. പ്രൈസലോർഡ്. ഞാൻ ചിന്തിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത സന്ദേശമാണ്. പലസ്തീന ഉടമ്പടി എന്നാണ് ഇതിന് പറയുന്നത്. ഹല്ലേലൂയ. ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. പ്രൈസലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം ഓരോ ദിവസവും ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തെ ചരിത്ര പശ്ചാത്തലം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് ആമയെ കേൾപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 400 സംവത്സരത്തെ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്ത് അല്ലേയ ജനത്തിന് മന്നയും വീരുകളും കാടപ്പക്ഷികളും ദൈവം കൊടുത്തു. അല്ലേലിയ. എന്നാൽ ജനം അനവധി പ്രാവശ്യം ദൈവത്തിനെതിരായി പിറുപിറുത്തു. ദൈവത്തിൽ നേരിട്ട് കൽപ്പനകൾ ശ്രവിച്ച ജനം ആ ദിവസങ്ങളിൽ തന്നെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആമോദിച്ചു. 400 വർഷം ഇസ്രായേൽ അടിമത്തത്തിലായിരുന്നു. അവരെ വിടുവിച്ച് 40 വർഷം മരുഭൂമിയിൽ എല്ലാ ദിവസവും മന്ന, കാടപ്പക്ഷി, ഇഷ്ടംപോലെ വെള്ളം കൊടുത്തിട്ടും അവർ ദൈവത്തോട് മത്സരിച്ച് മറുതലിച്ച് ആമെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത്തരം ആമെ വിവേകമില്ലാത്ത പ്രവർത്തികളെ ദൈവം പലപ്പോഴും ക്ഷമിച്ചു. ഇങ്ങനെയുള്ള അവരുടെ വിവേകമില്ലാത്ത പ്രവർത്തനം ദൈവം പലപ്പോഴും ക്ഷമിച്ചു. ഹല്ലേലൂയ. എന്നാൽ അനുഗ്രഹത്തിന് പകരം ശാപവും ദൈവക്രോധവും അവരുടെ മേൽ വരുത്തി വെച്ചു. നമ്മുടെ അനുസരണക്കേട് കൊണ്ട്, ഇസ്രായേലിന്റെ അനുസരണക്കേട് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ പരിജ്ഞാനമില്ലായ്മ നിമിത്തം അവരിൽ അനേകരും മരുഭൂമിയിൽ തന്നെ നശിച്ചു. അതാണ് നമ്മൾ ഈ ആമോസിലെ അവരൊക്കെ വചനം വായിക്കണ്ട. പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഇസ്രായേലത്തിന് ആമേ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നേരിട്ട് കേട്ടിട്ടും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ കണ്ടിട്ടും അവർ ദൈവത്തോട് മത്സരിച്ച് ആമി കാളക്കൂട്ടിയെ ഉണ്ടാക്കി അതിന് മുമ്പിൽ നൃത്തം ചെയ്തു മുഖാന്തരം അനുഗ്രഹത്തിന് പകരം ദൈവത്തിന്റെ ശാപവും ക്രോധവും അവരുടെ മേൽ വരികയും ഹല്ലേലൂയ പരിജ്ഞാനമില്ലാത്തത് ചെയ്യുകയും ചെയ്യുക അവര്. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവരിൽ അനേകർ മരുഭൂമിയിൽ തന്നെ നശിച്ചു പോകാൻ കാരണം വിദ്യം വാഗ്ദത്ത ദേശം കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇനിയെങ്കിലും പഴയ പാതകളെ പിന്തുടരുതെന്ന് മോശ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതൊരു പലസ്തീന ഉടമ്പടിയായിട്ട് ഒരു പുതിയ ഉടമ്പടി ഉറപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ പരിജ്ഞാനമില്ലാത്ത ജനം ദൈവത്തിന് വിരോധമായി പെറുപെടുത്ത് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചൊരു പേരിൽ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പുറപ്പെട്ടു വന്ന ജനം എന്ത് ചെയ്തു? മരുഭൂമിയിൽ തന്നെ പട്ടുപോയെന്നുള്ളതാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അറിയുകയും ദൈവത്തിനെ അനുസരിക്കുകയും ദൈവിക പ്രമാണത്തിൽ ഉറച്ചു നിന്നിട്ട് പരിജ്ഞാനക്കുറവ് കൊണ്ട് നിങ്ങൾ ഇസ്രായേൽ പാപം ചെയ്തതുപോലെ നിങ്ങൾ പാപം ചെയ്ത് അല്ലെങ്കിൽ പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അനുഗ്രഹത്തിന് പകരം നിങ്ങൾക്ക് ശാപവും ക്രോധവും വരിക മാത്രമല്ല, ഇസ്രായേലത്തിൽ നല്ലൊരു ശതമാനം മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നിങ്ങളുടെ ജീവിതം വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നു. എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ദൈവം കൊടുത്ത
പലസ്തീൻ ഉടമ്പടിയാണ് അല്ലേലൂയ നമ്മൾ ആവർത്തന പുസ്തകം 30 അധ്യായം വായിച്ചത്. അല്ലേലൂയ. അപ്പം പലസ്തീൻ ഉടമ്പടിക്കകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഞാനതുകൊണ്ട് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് പലസ്തീനിയ ഉടമ്പടിയിൽ നൽകിയിരിക്കുന്നത്. അല്ലേലൂയ. അപ്പം വ്യവസ്ഥാപിതമായ അബ്രാഹ്മ്യ ഉടമ്പടി അനുസരിച്ച് ഇസ്രായേൽ ജനം മരിക്കുകയും വാഗ്ദത്ത നാട് മുഴുവനും അവകാശമാക്കുകയില്ല എന്നത് ഓർത്തിരിക്കേണ്ട സത്യം കൂടാണ്. അബ്രഹാമിന്റെ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അബ്രഹാമിന്റെ ഉടമ്പടി പ്രാപിക്കാൻ കഴിയാതെ വന്നത് ജനത്തിന്റെ പാപമാണ്. അതുകൊണ്ട് അബ്രഹാമിനോട് നൽകിയ വാഗ്ദത്തം പൂർണ്ണമായി അവർക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകം നമ്മൾ ഓർത്തിരിക്കണം. അല്ലേലൂയ. അപ്പം പലസ്തീനി ഉടമ്പടി 7 ഭാഗങ്ങളാണ് ദൈവം തിരിച്ചിരിക്കുന്നത്. അല്ലേലൂയ. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് മൂലം സകല ജാതികളുടെ ഇടയിലേക്കും ചിതറിക്കുമെന്ന്. അനുസരണക്കേട് സകല ജാതികളുടെ ഇടയിലേക്കും ചിതറിക്കും. 2, ചിതറിക്കപ്പെട്ടവരുടെ ദേശത്ത് വെച്ച് ഇസ്രായേൽ അനുദപിക്കേണ്ടി വരും. പ്രൈസോ. 3, യഹോവ അവരിലേക്ക് മടങ്ങി വരും. 4, ദേശത്തേക്ക് മടക്കി വരുത്തും. 5, ദേശീയമായി മാനസാന്തരം. 6, ഇസ്രായേലിന്റെ ശത്രുക്കളുടെ ന്യായവിധി. 7, ദേശീയ അഭിവൃദ്ധി. ഇങ്ങനെ 7 മേഖലകളിലാണ് അല്ലേലൂയ ഈ പലസ്തീന ഉടമ്പടിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. നമുക്കെല്ലാം ഉടമ്പടിയും വാക്യം വായിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് മാത്രം. ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ ദൈവത്തോട് അനുസരിച്ച് അഹങ്കാരം കാണിച്ച് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ കോപവും ക്രോധവും മേൽ വന്ന് അനുഗ്രഹത്തിന് ഒരു ശാപമായി മാറിയതുപോലെ ഹല്ലേലൂയ പുതിയ നിയമസഭ പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് നമ്മൾ ഇത് ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയ കനാൻ കാണാൻ കഴിയുള്ളൂ. നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഇസ്രായേൽ ജനത്തിൽ പലർക്കും വാഗ്ദത്ത ദേശത്ത് ചെല്ലാൻ കഴിയാഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് പാപമുഖാന്തരം അനുസരണക്കേട് പോകാൻ ചെല്ലാൻ കഴിയാഞ്ഞതുപോലെ നാം ദൈവത്തിന്റെ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്കും ആ സ്വർഗീയ കനാനിൽ പ്രവേശിക്കാൻ കഴിയില്ല. അല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, യാചന ദൈവം കേൾക്കുന്നില്ല, കണ്ണുനീര് ദൈവം കാണുന്നില്ല, എന്നെ ദൈവം അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ദൈവത്തിന് പിറുവിറുക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ പിറുവിറുപ്പ് തന്നെയാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി മാറുന്നത്. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന മാത്രമേ പിതാവ്, ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ അവന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിന്നെ മേൽ പകരും. ഹല്ലേലൂയ. ദൈവം നിന്നെ തൊട്ട് വിളിച്ചതിനെ ഉണർത്തി ജാതീയ പശ്ചാത്തലത്തിൽ നിന്നെ വേർതിരിച്ച് ദൈവത്തിന്റെ മകനായി മകളായി മാറ്റിയതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിപ്പാൻ ആഗ്രഹിക്കുക. പക്ഷെ നീ വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കണം. രക്തം ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവന്റെ ചെവി അടഞ്ഞിരിക്കുകയില്ല, അവന്റെ ചെവി തുറന്ന് തന്നെ ഇരിക്കും. എന്നാൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കോപവും ക്രോധവും നിന്റെ മേൽ വരുന്നത്. പ്രൈസലോ. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനമായി നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ആ ഹൃദയമായിരിക്കണം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുന്ന ഹൃദയമായിരിക്കണം. മാത്രമല്ല അവന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ഹൃദയമായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്നവരെ നമ്മൾ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തരുത്, ദൈവത്തോട് മല്ല് പിടിക്കരുത്, ദൈവത്തോട് നമ്മൾ യുദ്ധം ചെയ്യരുത്, ദൈവത്തോട് നാം പിറുപിറുക്കരുത്, ദൈവത്തോട് പോരാടരുത്. ഈ കാണുന്ന സകലത്തിൽ സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം ഭൂമിയിൽ തന്റെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ഹല്ലേലൂയ തന്നു നമ്മയുടെ ക്ഷേമത്തോടെ പോറ്റി പുലർത്തുമ്പോൾ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരെ നിനക്ക് ചുറ്റും കാവലാക്കി നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവിക ദൂതന്മാർ പാളയം ഇറങ്ങി നിന്നെ വിടുവിച്ച് അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ സൂക്ഷിച്ച് കർത്താവ് നിനക്ക് തീമതിലും കോട്ടയുമായി നിന്നെ ഈ ഭൂമിയിൽ നടത്തുമ്പോൾ ഹല്ലേലൂയ. രക്തം ചെയ്യാം. നീ ദൈവത്തോട് ഒരിക്കലും മറന്നിരിക്കരുത്.
കഷ്ടതയാണോ, പ്രയാസമാണോ, ദുഃഖമാണോ, സങ്കടമാണോ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഏതായിരുന്നാലും അതിന്റെ നടുവിൽ വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആ പലസ്തീൻ ഉടമ്പടിക്കകത്ത് ദൈവം ഉറപ്പിച്ചിരിക്കുന്ന ആ ഉറപ്പിനകത്ത് ഉടമ്പടി നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. പുതിയ നിയമസഭയോട് പറയട്ടെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്ന അവന്റെ അവസാനത്തുള്ള രക്തം വരത്ത് നമ്മോട് ചെയ്തിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടിക്കകത്തൊന്നും നീ വ്യതിചലിച്ചു പോകാതെ നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. അപ്പൊ നിങ്ങളുടെ ഹൃദയം ദൈവശബ്ദം കേൾക്കണം. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം ദൈവത്തെ അനുസരിക്കുന്ന ഹൃദയമായിരിക്കണം. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കർത്താവിന്റെ വാക്ക് കേട്ടനുസരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സ്തോത്രം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കണം കേട്ടോ. തുടർമാനമായിട്ട് വായിക്കണം. അതിന്റെ മുഴുവൻ വാക്യങ്ങളും നിങ്ങൾ വായിക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് സ്തോത്രം ഏകദേശം 69 വാക്യങ്ങളുണ്ട്. ഈ 69 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. 69 വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ വായിക്കണം. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഹല്ലേലൂയ 28-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഹല്ലേലൂയ സ്തോത്രം ബാക്കിയുള്ള ഏകദേശം 55ഓളം വചനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ 28-ന്റെ 25 തൊട്ട് 69 വരെ അനുസരണക്കേട് കാണിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന പരാജയമാണ്. എന്നാൽ നീ അനുസരണത്തോടു കൂടി നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശബ്ദം കർത്താവിന്റെ ശബ്ദം നമുക്ക് ഉപകാരം ചെയ്യുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ദൈവശബ്ദം നമുക്ക് ഉപകാരമാണ്. ദൈവശബ്ദം നമുക്ക് അനുഗ്രഹമാണ്. അപ്പൊ കർത്താവിന്റെ ശബ്ദം നമുക്ക് പ്രകാശം വരുത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തവരാ. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിന്റെ ചിന്തകളും ഭാവസുഖങ്ങളും പാപത്തിന്റെ മോഹങ്ങളും ഇറച്ചുകളും പിറുപിറുപ്പുകളും സഭയ്ക്കകത്തെ കുത്തിത്തിരിപ്പുകളും ജാതീയതയും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പണത്തിന്റെ കൊഴുപ്പും ദിവ്യാഗ്രഹവും പാരമ്പര്യവും ഒക്കെ പറഞ്ഞു നിൽക്കുന്ന അനവധി സഭയിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ ദൈവശബ്ദം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ പ്രവർത്തികൾ കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ കൂടെ പറഞ്ഞു. ഞാൻ ദൈവശബ്ദം ശ്രവിച്ചിട്ടുള്ള ആളാണ്. അല്ലേ? എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അല്ലേ? അതുകൊണ്ട് ഞാൻ ഉറക്കെ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. രക്തം ചെയ്യും. ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, അത് നിങ്ങൾ ഹൃദയത്തിനകത്ത് ആ ശബ്ദം ധരിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതികളെ എല്ലാം ദൈവം മാറ്റി എഴുതുക. പക്ഷെ അത് കേൾക്കണമെങ്കിൽ നാം വിശുദ്ധിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുകയും നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടിക്കകത്ത് നാം ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലിന് 40 വർഷം ദൈവം മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്തിട്ടും ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും കൽപ്പന കേട്ടിട്ടും ദൈവത്തോട് മത്സരിച്ചതുപോലെ നീ മത്സരിക്കാതെ ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരത്തുന്ന നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടിക്കകത്ത് നീ വിശ്വസ്തത കാത്തു പുലർത്തണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ജാർഖണ്ഡിൽ ഒരു മേഘസ്ഫോടനം. ഹല്ലേലൂയ. ഒരു മേഘസ്ഫോടനം, പെട്ടെന്നുണ്ടായ മഴ, 1 മണിക്കൂർ കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. ഹല്ലേലൂയ. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്? ഇതൊക്കെ എന്തുകൊണ്ടാണ് ദൈവം നമ്മെ കാണിച്ചു തരുന്നത്? എന്നെ കേൾക്കുന്ന നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. പാപ വഴികൾ വിട്ട് പാപത്തിന്റെ ജീവിതം വിട്ട് പാപത്തിന്റെ ഇംഗിതങ്ങൾക്കകത്ത് ഞാനും നിങ്ങളും വീണ് ദൈവത്തിന്റെ ന്യായവിധിയുടെ കാര്യം നമ്മുടെ മേൽ വരുന്നതിന് മുമ്പ്, നമ്മുടെ ദേശത്ത് വരുന്നതിന് മുമ്പ്, നമ്മുടെ കുടുംബങ്ങൾ വരുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കാര്യം നമ്മുടെ മേൽ വെളിപ്പെടുന്ന മുമ്പ് നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം. ഇവിടെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. അപ്പൊ നമ്മളോട് സംസാരിക്കുന്ന വചനം എന്ന് പറയുന്ന ആത്മാവും ജീവനുമാണ്. ഇസ്രായേലിനോട് ദൈവം സംസാരിച്ച വചനം ആത്മാവും ജീവനുമായ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മോട് ഇടപെടുമ്പോൾ ആ വചനം നമ്മൾ അനുസരിക്കുക തന്നെ വേണം. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നമ്മൾ അവൻ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നുവെന്ന്. ലേറിയ അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ നമ്മൾ സംസാരിച്ച വചനം എന്താണ്? ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്നതാണ്. അത് ആത്മാവാണ്, ജീവനാണ്. ഹല്ലേലൂയ. ആ വചനം കേൾക്കുവാൻ വേണ്ടിയിട്ട് വേണം നിന്റെ കാതുകൾ തുറക്കുവാൻ. ഹല്ലേലൂയ. ആ പുറമേയുള്ളതിന്റെ കാതുകൾ കൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിനകത്ത് ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം കർത്താവ്, ഞാൻ നമ്മൾ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ തിന്നുന്നവൻ എന്ന് തുടങ്ങിയുള്ള കർത്താവിന്റെ പ്രഭാഷണത്തിന്റെ വാക്കുകൾ സാമാന്യ ജനത്തിനും ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യണമെന്ന് ഉള്ളത് അവർക്കൊരു ഇടർച്ചയായി തീർന്നു. അതുകൊണ്ട് അത് ആത്മീയ അർത്ഥത്തിൽ എടുക്കേണ്ടതിന് പകരം അവർ ആക്ഷരികമായി അതിനെ ചിന്തിച്ചതുകൊണ്ടാണ് അവർക്ക് ആ വചനത്തിന്റെ പൊരുൾ തിരിച്ചു കിട്ടാതെ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ എന്ന് അമ്മ വിവരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിന്റെ ആത്മീയ അർത്ഥം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വചനം കൈക്കൊള്ളുന്നതാണ് ഇവിടുത്തെ പ്രധാനം. എന്റെ മാംസത്തിനൊക്കെ ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം ഉൾക്കൊള്ളുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മോട് സംസാരിച്ച ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിനകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്ന കർത്താവിന് വേണ്ടി കൊടുക്കണം. രക്തം ചെയ്യും. അപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം, അത് ജീവന് ചൈതന്യമുള്ളതാണ്. ജീവന് ചൈതന്യമുള്ളതാണ് ആ വചനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കും കാണുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ള ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളതെന്നൊക്കെ വചനം പറയുമ്പോൾ, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം, അതിൽ ജീവനും ചൈതന്യം നൽകുന്നതാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. നമ്മളെ വിവേചിക്കുന്ന വചനം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിവേചിക്കുക. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തെ അനുസരിക്കണം. പ്രൈസ്. ഇവിടെ വചനം പറയും, ദൈവവചനത്തിലൂടെ വളരെ വ്യക്തിത്വം കൽപ്പിക്കുക. പ്രവർത്തന ശക്തിയാണ് ജീവന്റെ മാനദണ്ഡം. ദൈവവചനം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിധിക്കുന്നു. മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ വരുന്നത്? ആഗ്രഹം, ഉദ്ദേശം, ഇച്ഛ എന്നിവയും വേർതിരിച്ച് കാണുവാനും അവയെ യഥോചിതം അല്ലെങ്കിൽ വിലയിരുത്തുവാനും ദൈവത്തിന്റെ വചനശക്തിയുണ്ട്. നമ്മുടെ അല്ലെങ്കിൽ ആഗ്രഹവും ഉദ്ദേശവും ഇച്ഛകളൊക്കെ യഥാസമയം അല്ലെങ്കിൽ അതിനെ വേർതിരിച്ച് കാണുവാനുള്ള ശക്തി ദൈവവചനത്തിനുണ്ടെന്ന് രക്തം ചെയ്യും. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ദൈവത്തിന് നമ്മുടെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വചനത്തിന് കഴിയും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അനവധി കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അവയെല്ലാം പുറത്തു കൊണ്ടുവരാൻ ദൈവവചനത്തിന് കഴിയുമെന്ന് അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കുന്ന പ്രാണൻ ശാരീരിക ജീവന്റെ കേന്ദ്രമായും ആത്മാവ് ബുദ്ധിപരമായ അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ കേന്ദ്രമായും കരുതി പോരുന്നു. ആകയാൽ ഇവയെ തമ്മിൽ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അതിനർത്ഥം. ഇത് വചനത്തിനെ കഴിയുള്ളൂ. നമ്മുടെ ഹൃദയബോധ മനസ്സിൽ കിടക്കുന്ന തെറ്റായ ചിന്തകളെ നമ്മൾ വേർതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ കൊല്ലുന്ന പോരാ.
ഹല്ലേലൂയ. വേർതിരിച്ച് നിന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവളാക്കിയെടുക്കുക. ഞാൻ ഉദാഹരണം പറയും. എൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകളെയും ഭാവങ്ങളെയും ആമയൊക്കെ അറിയുന്നവൻ ദൈവമാണ്. അപ്പൊ എൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന എൻ്റെ ആശയം, ഉദ്ദേശം, ഇച്ഛകളൊക്കെ അതിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം തീ പോലെ ഇറങ്ങും. ദൈവത്തിന്റെ വചനം വാൾ പോലെ ഇറങ്ങി വരും. ദൈവവചനം വാളുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ബോധ മനസ്സിൽ കിടക്കുന്ന ആശയ, ഇച്ഛ, ഉദ്ദേശങ്ങളൊക്കെ തമ്മിൽ വേർതിരിക്കും. അത് നമുക്ക് വേദനിക്കും. അതൊക്കെ ഭയങ്കര വേദനയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴാകുന്ന വേദന പോലാണ് നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളെ വചനം വേർതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന. ചിലർ പറഞ്ഞില്ല, ഞാനതൊന്നും വിടത്തില്ല, ഞാനൊന്നും ഉപേക്ഷിക്കത്തില്ല, എന്നോടൊന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. ഞാൻ അങ്ങനെ തന്നെ പോകുള്ളൂ, ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ, എനിക്കൊരു സത്യമുണ്ട്, എനിക്ക് ചില അറിവുകളുണ്ട്, എനിക്ക് ചില ജ്ഞാനമുണ്ട്, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അല്ലേ രക്തം ചെയ്യാൻ ഞാൻ മാനസാന്തരപ്പെടണം. എനിക്കൊരു സഹോദരൻ അറിയാം. ദൈവഭക്തന്മാർ, ദൈവദാസന്മാർ സംസാരിക്കുന്ന വചനത്തെ കയറി പിടിച്ചിട്ട് അദ്ദേഹം എന്തോ വലിയ പുള്ളിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദൈവസഭയ്ക്കകത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സഹോദരൻ എനിക്കറിയാം. അല്ലേ അദ്ദേഹം പറയുന്നത്, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടില്ല, സെമിനാറിൽ നിന്ന് പോയിട്ടില്ല, പക്ഷേ എനിക്കെല്ലാം നന്നായിട്ടറിയാം, പറയുന്നത് ശുദ്ധ അസംബന്ധമായിരിക്കും. അല്ലേലിയ. എല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അനവധി കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അല്ലേലിയ. അത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നാം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ വെച്ച് തന്നെ വേർതിരിച്ച് അതിനെ നീക്കിക്കളയുവാൻ ദൈവവചനത്തിന് കഴിയുമെന്ന്. അല്ലേലിയ. അതുകൊണ്ട് നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചിന്താഗതികളെ നീ മാറ്റണം, വിമർശനം നീ മാറ്റണം. അല്ലേലിയ. നിന്റെ ഹൃദയത്തിനകത്തെ പാപ സ്വഭാവങ്ങളെ മാറ്റണം. 40 വർഷം സാഹചര്യത്തിന് മഞ്ഞയും കടപ്പക്ഷിയും പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്ത് അവർ വസ്ത്രം തേഞ്ഞു പോകാതെ ചെടി പിടിക്കാതെ, അവരുടെ കാലിലെ ചെരുപ്പ് അല്ലെങ്കിൽ സ്തോത്രം തീർന്നു പോകാതെ അവരെ നടത്തിയൊരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇന്നത്തെ പോലെ വസ്ത്രമൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങൾ. 40 വർഷം ഇസ്രായേൽ ഉടുത്ത വസ്ത്രം പഴകിപ്പോയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവർക്ക് യാതൊരു ക്ഷീണവും വന്നില്ല. അവർ കഴിച്ച ഭക്ഷണം, ഞാൻ ദൈവദൂതന്മാർക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച കാട്ടുപോത്തിന്റെ ബലമുള്ളവരായി അവർ മാറി. എന്നിട്ടും അവർ ദൈവത്തോട് മത്സരിച്ചു. രക്തം ചെയ്യും. എൻ്റെ ഏരിയ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കയറിക്കൂടിയിരിക്കുന്ന ദുഷ്ട ചിന്താഗതികളെ, ദൈവഹിതമല്ലാത്ത ചിന്താഗതികളെ നീ മാറ്റിക്കളഞ്ഞിട്ട് നിന്റെ പൂർണ്ണ മനസ്സിനകത്ത് ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള വാൾ പോലെ കയറി വന്ന് നിന്റെ ഉള്ളിലെ പാപ സ്വഭാവങ്ങളെ വേർതിരിക്കുമ്പോൾ നീ അത് മനസ്സിലാക്കി ദൈവസനിൽ വിട്ടുകൊടുത്ത് പുതിയ നിയമ ഉടമ്പടിക്കകത്ത് നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ രക്തം ചെയ്യും. യഹോവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. അല്ലേറിയ. നമ്മളെല്ലാം സ്ഥിതി മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ മാറുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അല്ലേറിയ. രക്തം ചെയ്യാം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം നമ്മോട് സംസാരിച്ച വചനം എന്താണ്? ആത്മാവും ജീവനുമാണ്, ജീവനും ചൈതന്യമാണ്. പരിശുദ്ധാത്മാവിൽ നമ്മളോട് അരുളി ചെയ്യപ്പെട്ട വചനമാണ്. പരിശുദ്ധാത്മാവിൽ നമ്മോട് അരുളി ചെയ്യുന്ന വചനമാണ്. അവൻ നമുക്ക് ആത്മാവിനോടും പ്രാണനോടും സംസാരിക്കുന്നു. ഈ വചനം നമ്മുടെ ആത്മാവിനോടും പ്രാണനോടും സംസാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം നിങ്ങളുടെ ആത്മാവിനോടും പ്രാണനോടും സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? രക്തം ചെയ്യും. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? വചനം നിങ്ങളുടെ ആത്മാവിനോടും പ്രാണനോടും സംസാരിച്ചു എന്ന്. മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും നിങ്ങളുടെ ശരീരത്തെയും വചനം ശുദ്ധീകരിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ വചനം നമ്മുടെ ആത്മാവിനെയും പ്രാണ ശരീരത്തെ ശുദ്ധീകരിക്കണം. ഈ വചനങ്ങളുടെ ആത്മാവും പ്രാണനോട് സംസാരിക്കണം. നിങ്ങളുടെ ഈ ശബ്ദങ്ങൾ കേൾക്കണം. അല്ലെ? അങ്ങനെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാവും പ്രാണനോട് ഈ വചനം സംസാരിക്കുമ്പോൾ, നിങ്ങൾ തളർച്ചയുടെ അടിയിലിരിക്കുമ്പോൾ, അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, മനം കലങ്ങിയിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, ദുഃഖപൂരിതമായ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ, ബാധ്യതകൾ നിങ്ങളെ അലട്ടുമ്പോൾ, രോഗം നിന്റെ മേൽ കടന്നു വരുമ്പോൾ, ശാപത്തിന്റെ കെട്ടുകൾ നിന്റെ കുടുംബത്തിനെതിരെ ആഞ്ഞടിക്കും തോന്നുമ്പോൾ, ദേശത്തിന്റെ പോരുകൾ നിനക്ക് ഒരേ ഒന്നിച്ചാഞ്ഞടിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നെ വിടിവിച്ചു കൊണ്ടിരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ആത്മാവും പ്രാണനും വചനം കേൾക്കണം. ഹല്ലേലൂയ. നിന്റെ ആത്മാവും ശരീരവും പ്രാണനും വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ബോധ മനസ്സിൽ കിടക്കുന്ന ദുഷ്ട ചിന്താഗതികളെ വചനം മുറിച്ചു മാറ്റുമ്പോൾ നീ അതിനൊന്ന് വിധേയപ്പെട്ടു കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റും.
നിന്റെ ഉപബോധ മനസ്സിനകത്ത് അനവധി പാപചിന്തകൾ കിടക്കുക. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്ത് ചെയ്യണം, നാളെ എന്ത് പ്രവർത്തിക്കും, ഇന്ന് കഴിഞ്ഞ രാത്രിയെ നിങ്ങൾ കണക്കുകൂട്ടി കിടന്നതാ. അതിന് നിങ്ങൾ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുക. നേരം വെളുത്ത ഉടനെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പാപത്തിന്റെ വൈകൃതങ്ങൾ, പാപത്തിന്റെ ആ പൈശാചിക തന്ത്രങ്ങൾ നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പാപത്തിന്റെ വൈകൃത സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ പിശാച് നിന്നെ പണിതുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ രാത്രിയിൽ കിടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ കിടക്കയിൽ വെച്ച് ദൈവത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ ബോധ മനസ്സിനകത്ത് പാപത്തിന്റെ വൈകൃതങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ വളരാതെ അത് പ്രഭാതത്തിൽ എഴുതിട്ട് മറ്റുള്ളവരിൽ കൊണ്ടുവരാതെ, അടിച്ചേൽപ്പിക്കാതെ, മറ്റുള്ളവർക്ക് നീ ദോഷമായി മാറാതെ നിന്റെ ഉപബോധ മനസ്സിൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നീ കിടന്നാൽ നിന്റെ ആത്മാവും പ്രാണനും അർദ്ധരാത്രിയുടെ സമയത്ത് ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് വിടുതലില്ലാത്ത. അതുകൊണ്ട് ഇന്ന് പകൽ നീ കടന്നു പോകുന്ന കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹമുണ്ട്. നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ, നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്നെ കൈവിട്ട് കളയാതെ, നിന്നെ ഉപേക്ഷിച്ച് കളയാതെ, നിന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നു. നീ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു മാർത്തയോടും മറിയോടും പറഞ്ഞത്. ഹല്ലേലൂയ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മാർത്തയോടും മറിയോടും പറയുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ കലങ്ങി മറിഞ്ഞ്, അവരുടെ മനസ്സ് മുഴുവൻ സങ്കടങ്ങൾ കൊണ്ട്, ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താ? അവരുടെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ച് 4 ദിവസമായി കല്ലറയിൽ വെച്ച് നാറ്റം പിടിച്ചു. ഹല്ലേലൂയ. ആ സമയത്ത് യേശു ഇവിടെ വന്നിട്ട് പറയാ, മാർത്തയെ, മറിയേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമി മരിച്ച് നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തിരിക്കുന്ന ലാസറിനെ ജീവനോടെ കൊണ്ടുവരുവാൻ ആമീൻ കർത്താവായ യേശുവിന്റെ വചനത്തിൽ കഴിഞ്ഞെങ്കിൽ, കർത്താവായ യേശുവിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച അനുഭവമാണോ, നീ തകർന്നിരിക്കുന്ന അനുഭവമാണോ, വേദനിക്കപ്പെടുന്ന അനുഭവമാണോ, ദുഃഖത്തിന്റെ നിഴലാണോ, കടക്കണിയിലാണോ, നീ സങ്കടത്തിലാണോ, നിരാശയുടെ നടിയിലാണോ, നീ കുടുംബ ജീവിതത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ദൂതറിയിക്കുന്നത്. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. മാർത്തിക്കും മറിയിക്കും അവൻ സനങ്ങളെ സഹോദരനായ ലാസറിനെ ജീവനോടെ കൊടുത്തതുപോലെ ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവിൽ സ്തുതിക്കുന്നവർ ദൈവത്തിന് ആത്മാവിൽ സ്തുതിച്ചാട്ട്, അന്യഭാഷ പറയുവാൻ കഴിയുന്നവർക്ക് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് കർത്താവിനെ മഹത്വപ്പെടുത്താനാണ്, രക്തം ചെയ്യും. അതുകൊണ്ട് ദൈവശബ്ദം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് വചനം വരുമ്പോൾ നിങ്ങളുടെ അധൈര്യത്തെ, അവിശ്വാസത്തെ നീക്കിക്കളഞ്ഞ് വിശ്വാസത്തെ ദൈവം തട്ടി ഉണർത്തും. ഈശ്വരോ, ഈ വചനം വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അവിശ്വാസത്തെ നീക്കും, നിങ്ങളുടെ ഉള്ളിൽ അധൈര്യത്തെ മാറ്റി, നിങ്ങളുടെ ഭയത്തെ മാറ്റിയിട്ട് ദൈവം വിശ്വാസം നിന്നെ ഊട്ടി ഉറപ്പിക്കും. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. നാം പാത അറിയാതെ വിഷമിക്കുമ്പോഴെല്ലാം കാലുകൾക്ക് ദൈവവും പാതയ്ക്ക് വെളിച്ചവും നൽകുന്ന ഈ വചനം. നാം പോകേണ്ടുന്ന വഴിയറിയാതെ, പോകേണ്ടുന്ന പാതയറിയാതെ നാം വിഷമിച്ച് മനം കലങ്ങി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും 119 സംഖ്യ 105 വായിക്കുന്നത് പോലെ ഈ വചനം നിന്റെ കാലിന് പ്രകാശന പാതയ്ക്ക് ദീപവുമായി നീ കടന്നു പോകുന്ന വഴിയിലെല്ലാം വചനം വെളിച്ചമായി നിൽക്കുമെന്നാണ് രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഈ വചനം ശക്തിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങണം. ഈ വചനം ശക്തിയോടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മുഴങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ സങ്കീർത്തനം 29 വരുമ്പോൾ 29 സങ്കീർത്തനം അതിന്റെ 4 വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 3 വാക്യം തൊട്ട്, യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ അവന്റെ മഹത്വം.
അവന്റെ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുകളെ തകർക്കുന്നു. ഹല്ലേലൂയ എന്നൊക്കെ കാണുന്നത്. എന്തൊരു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സീരുവിനെയും കാട്ടുപോത്തിയും കുട്ടിയും പോലെ തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അത്യജാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ 29 സങ്കീർത്തനം വായിക്കുന്ന ദൈവശബ്ദത്തിന്റെ മഹത്വം നമുക്കറിയണമെങ്കിൽ അത് ഇവിടെ വചനം പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ ശബ്ദം മഹിമയോടെ വലിയ മഹത്വത്തോടെ ആമേൻ ആ വചനത്തിന്റെ ശക്തിയോടെ നിന്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങണം. നിന്റെ ആത്മാവും പ്രാണന്റെയും ആ പ്രാണനിലേക്ക് ഈ വചന ശക്തിയോടെ മുഴങ്ങുമ്പോൾ ആമേൻ നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റുമെന്നാണ്. ഹല്ലേലൂയ. ചില കർത്താവിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി സംസാരിക്കും. ചിലര് ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി സംസാരിക്കും. ചിലരോട് നമ്മുടെ നീ സഹോദരി മദ്യം കുടിക്കരുത്, നീ പുക വലിക്കരുത്, പാൻ മസാല ഉപയോഗിക്കരുത്, ഹല്ലേലൂയ പുക വലിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വലിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഈ പെട്ടിക്കട മേശയ്ക്ക് ഇട്ടിട്ടിരിക്കുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവർ കൊടുക്കുന്ന ഈ മുറുക്കൻ ചമാലിട്ട് ചവയ്ക്കുന്ന അതിനായിട്ട് വലിയ വിലയാണ്. ഹല്ലേലൂയ. അതുമായിട്ട് ആ മേശക്കീഴിൽ ആ മനുഷ്യൻ പമ്മി ഇരുന്നിട്ട് അതിനകത്ത് വിവിധ മയക്കുമരുന്നുകളൊക്കെ ചേർത്താ കൊടുക്കുന്ന ഞാൻ ചിന്തിക്കുക. അല്ല പിന്നെ ജനം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. പണ്ട് കാലത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന മുമ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. വായിലൊക്കെ നല്ല മണമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും അത് സുലഭമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ റോഡിൽ നാം പതിയിരിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറയും നശിപ്പിക്കാൻ വേണ്ടി അവൻ 4 കുട്ടികളും മുറുക്കാനും വന്ന് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് അതിനകത്തൂടെ മയക്കുമരുന്നുകളൊക്കെ ഇട്ട് നിന്നെ സുഖിപ്പിക്കുമ്പോൾ നീ നശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോൾ ഞാൻ ഇനിയും വീടി വലിക്കത്തില്ല, പുകവലി നിർത്തി മദ്യപിക്കത്തില്ല, ലഹരി ഒന്നും ഉപയോഗിക്കത്തില്ല, ചൂതാട്ടമില്ല, ഇങ്ങനെയുള്ള ഒന്നും ചെയ്യത്തില്ല പറയും. പക്ഷെ ദൈവത്തിന്റെ വചനം ദൈവശബ്ദം കേട്ടിട്ടും അവർ ദൈവത്തോട് അനുസരിക്കും, അല്ലെ അനുസരണക്കേട് കാണിക്കും. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ അനുസരിക്കാതെ എന്ത് ചെയ്യും? അവർ പ്രശ്നം സൃഷ്ടിക്കും. ഇവിടെ ചെല്ലു പറയില്ല, ദൈവത്തിന്റെ 10 കൽപ്പനകളിൽ പുക വലിക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ, മദ്യം കുടിക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ, മുറുക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ, ടെലിവിഷൻ കാണരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ, മൊബൈലിൽ ഇന്റർനെറ്റ് കാണരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ, ഹല്ലേലൂയ. സ്വത്ത് അത് നോക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇങ്ങനെയൊന്നും വേദപുസ്തകം 10 കൽപ്പനയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുന്ന ചില പാഷാണത്തിക്രമികളെ പോലെയുള്ള ചില ആളുകളുണ്ട്. ഈ ശബ്ദമൊക്കെ ഈ വാക്കുകളൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വേദപുസ്തകം പറഞ്ഞിട്ടുള്ള വാസേ 10 കൽപ്പന വാസൊക്കെ അറിയാമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ലെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അവരോട് വാദിച്ച് നമ്മൾ ജയിക്കേണ്ട കാര്യമില്ല. കാരണം അവര് നമ്മളെക്കാട്ട് വലിയ പുള്ളികളാണ്. ആരെങ്കിലും എന്തെങ്കിലും കേട്ടതും പറഞ്ഞതും കണ്ടതും കേട്ടതും ഒക്കെ പണ്ട് റേഡിയോയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടൊന്നും അറിയത്തില്ല, റേഡിയോ ഒക്കെ ഇല്ലാത്തതൊന്നും അറിയില്ല. കാരണം കണ്ടതും കേട്ടതും ഒക്കെ പലരും വന്നതെന്ന് പറയും. 10 കൽപ്പനയ്ക്ക് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ യഥാർത്ഥത്തിൽ 10 കൽപ്പന എന്താണെന്ന് വായിച്ചു പഠിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. സിഗരറ്റ് വലിക്കരുത്, പുക വലിക്കരുത്, ടെലിവിഷൻ കാണരുത്, ഇന്റർനെറ്റ് കാണരുത്, അശ്ലീലമായത് കാണരുത്, മുറുക്കരുത്, പാൻമസാല തിന്നരുത്, കഞ്ചാവ് വലിക്കരുത്, സിഗരറ്റ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പുതിയ നിയമത്തിലേക്ക് വെറുക്കൂത്തെന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വെറുക്കൂത്ത് ആത്മാവിന്റെ സ്വഭാവ ഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ലേഖനം 5 വെറുക്കൂത്ത് മുതലായവ, വെറുക്കൂത്ത് ഇതൊക്കെ വെറുക്കൂത്തിപ്പെടുന്നതാണ്. ആ വെറുക്കൂത്ത് നിന്റെ ഉള്ളിൽ നീക്കി കളയണം. പ്രൈസലോട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഞാൻ TV കാണാറില്ല. വർഷങ്ങളായിട്ട് TV കണ്ടെനിക്ക് വാർത്തയുടെ ആവശ്യമില്ല. എൻ്റെ അത്യാവശ്യം ചില വാർത്തയൊക്കെയാണ് ഞാൻ ഈ മൊബൈൽ മെസ്സേജിനൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്നത് കൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും മെസ്സേജിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഫേസ്ബുക്കിൽ അത്യാവശ്യം വാർത്തകൾ കാണും എന്ന് പറഞ്ഞ് എൻ്റെ മൊബൈലിനകത്ത് ഈ ഫേസ്ബുക്ക് കൊണ്ട് അതിനകത്ത് അശ്ലീലമായതൊന്നും ഇട്ട് വരത്തില്ല. കാരണം നമ്മൾ അതിനോട് ആഗ്രഹം കാണിക്കുമ്പോഴേ അത് ഒന്നിനു പുറകെ
വീണ്ടും വീണ്ടും വരത്തുള്ളൂ. അല്ല, നമ്മൾ ദൈവോദരത്തിനും ദൈവമക്കളുടെ ശുശ്രൂഷകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ അത് തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ഉപയോഗിക്കണം. അല്ലേ? അപ്പൊ ചിലർക്ക് ബൈബിളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചില മൂഢവിശ്വാസികളുണ്ട്. ഈശ്വരോട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ ഭൂമി തകർന്നു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നീ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടാനാ. നീ നിന്റെ മക്കൾ നശിച്ചു പോകാനല്ല, നീ നിന്റെ മക്കൾ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാ. നീ നിന്റെ മക്കളും ദൈവത്തെ അറിഞ്ഞ് പരസ്യം ഉടമ്പടിക്കകത്ത് സ്രാജനത്തെ നാമെ മോശ പറഞ്ഞ് ഉറപ്പിക്കുന്ന യഹോവയെ ദൈവം അവർക്ക് ഉടമ്പടി കൊടുത്തതുപോലെ പുതിയ നിയമസഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ രക്തത്താൽ അവന്റെ പാമയും യാഗമരണത്തിലൂടെ അവന്റെ രക്തത്തിൽ ഉടമ്പടി തരുമ്പോൾ അല്ലെങ്കിൽ നീ ഉടമ്പടിക്കകത്ത് ഉറച്ച് വിശ്വസിക്കണം, അതിൽ നിൽക്കണം കേട്ടോ. അല്ലെ, ചിലക്ക് അങ്ങനൊക്കെ പറയും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിന്റെ വാക്ക് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണമെന്ന വിചാരം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും പുകവലിക്കുന്നതും ചെടിയുമായ ജീവിതം, വ്യഭിചാരം, പരസംഗ, അശുദ്ധി, ദുഷ്കാമം എന്ന് വേണ്ട ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ പോകുന്നതും നിങ്ങൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ശുശ്രൂഷകരെ വെല്ലുവിളിക്കുന്നത് കർത്താവിന്റെ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് അനുസരിപ്പാൻ കഴിയാത്തത് കൊണ്ട്, നിങ്ങളുടെ അനുസരണക്കേട് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. അത് നിന്റെ കുടുംബത്തിനകത്ത് കോപവും ക്രോധവും ശാപവും കടന്നു വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ സാധനം ദൈവത്തെ അനുസരിക്കാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അനുഗ്രഹത്തിന്റെ വചനങ്ങളുടെ ജീവിതത്തിൽ ശാപവും ക്രോധവുമായി മാറി. അത് അവർക്ക് അല്ലേ, അവരുടെ അതിപുഷ്ടന്മാർ പലരും മരുഭൂമിയിൽ പെട്ടുപോയി. ലേലിയ വാഗ്ദത്ത കാനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ വചനമൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെടണം. മദ്യപിക്കത്തില്ല എന്ന് തീരുമാനം എടുക്കണം. പുകവലിക്കത്തിൽ തീരുമാനം, ചീത്ത പറയത്തില്ല, തെറി പറയത്തിൽ തീരുമാനം എടുക്കണം. ഭാര്യ അടിക്കത്തില്ല, അപ്പനെ അടിക്കത്തില്ല, അമ്മയെ അടിക്കത്തില്ല, മക്കളെ അടിക്കത്തില്ല. അപ്പനെ അമ്മയെ കൊണ്ട് വോൾട്ടേജ് പോയി തള്ളിയിടത്തില്ല, വഴിയോരത്ത് കൊണ്ട് തള്ളിയിടത്തില്ല, തീർത്ഥാടനത്തിന് പോയി അപ്പനെ അമ്മയും തള്ളിക്കളയത്തില്ല, അവിടെ ഉപേക്ഷിക്കത്തില്ല എന്നൊക്കെ നിനക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എത്രയോ അപ്പനും അമ്മയാണ് ഈ തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് വഴിയിലും അമ്പലത്തിലും പള്ളിയിലും അലക്കോട്ടെ തള്ളിയിട്ട് പോകുന്നത്. ഈയൊക്കെ എവിടെ ചെന്ന് ഗുണം പിടിക്കാന്? സ്വന്തം പെറ്റു വളർത്തിയ, അന്നം തന്ന് വളർത്തിയ, പോറ്റി പുലർത്തിയ, നിരത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തല വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് നിന്നെ ഒക്കെ തെടുത്തുകൊണ്ട് നിനക്ക് പാല് തിന്ന് വളർത്തുന്നതിന്റെ തളയെ നിന്റെ അമ്മയെ ആമൻ രാവുകളില്ലാതെ കഷ്ടപ്പെട്ട് നിന്നെ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും വിവിധ ജോലികൾ തന്നെ വിയർപ്പ് ആമൻ ചോരയാക്കി അധ്വാനിച്ച് നിന്നെ പോറ്റിപ്പുലർത്തിയ പിതാവിന് നീ ഓട്ടം കൊണ്ട് തള്ളിയ എന്റെ സഹോദര സൗകര്യം നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അങ്ങനെ ഗുണം പിടിച്ച നീ ഒന്ന് കാണിച്ചു തരാമോ? അപ്പനെ അമ്മയ്ക്കോട് ചെയ്ത് നിനക്കും അല്ലെ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തെ അനുസരിച്ച് നീ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. ഈ ഭൂമിയിലെ പൊന്നിനും പെണ്ണിനും പണത്തിനും വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിനും ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് ദൈവം നിനക്ക് തരുന്നത്. രക്തം ചെയ്യും. അത് നിന്റെ ജീവിതം കർത്താവിന്റെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് കളയണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട് വർഷിക്കേണ്ടതിനെ നിങ്ങൾ വർഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളുടെ നീതിയേക്കാൾ നീതീകരിക്കപ്പെട്ടവരായി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് കിട്ടും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ നമുക്ക് വേദപുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായം ഞാൻ നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 തൊട്ട് വാക്ക് വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണവും പ്രമാണിച്ച് നടന്നാൽ അല്ലയ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും ഇത് ഉന്നതനാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പീറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുടിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദത്തങ്ങളെ വലിയൊരു കലവറ ദൈവം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയക്കാർ പറഞ്ഞതല്ല. ഇവിടുത്തെ സംഘടനകൾ മതങ്ങൾ പറഞ്ഞതല്ലേ? യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്.
അപ്പൊ ഈ വാക്തത്വം നിനക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ അനുസരിക്കണം. അവരുടെ വാക്ക് കേട്ട് അനുസരിക്കണം. നിങ്ങൾ ആവർത്തി ദിവസം വായിച്ചു നോക്കി, നിങ്ങളോടൊരു വാക്തത്വമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ വാക്തത്വം നിനക്ക. നിന്റെ തകർന്നു കിടക്കുന്ന ജീവിതത്തെ ദൈവം പണിതെടുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് നീ വചനത്തിലേക്ക് വാ. നീ ജാതിയോ മതമോ ഒന്നും നോക്കാതെ, ജാതി മതം തിരിച്ച് ദൈവം ഒരിക്കലും ആർക്കും വചനം തരത്തില്ല. നമ്മുടെ കർത്താവിന് ജാതിയില്ലായിരുന്നു, മതമില്ലായിരുന്നു. കർത്താവ് ആകപ്പാടെ ഇവിടെ സൃഷ്ടിച്ച ജാതി എന്ന് പറഞ്ഞത് ആദി ദൈവം ആദമെ ഔവയും സൃഷ്ടിച്ചു. എല്ലാത്തിനും സൃഷ്ടിച്ച ആദമിനെ ആണും പെണ്ണും സൃഷ്ടിച്ച് അവസാനം ആദമിന് ഗാഠകത്തിൽ വീഴ്ത്തി അവന്റെ വാരികളിൽ ഒന്നെടുത്ത് അതൊരു സ്ത്രീയാക്കി അവന്റെ തക്കതായ തുണയെ കൊടുത്തു. ദൈവം അതിൽ ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് ജാതി, ആണും പെണ്ണും. അത് മാത്രമേ ഉള്ളൂ കർത്താവിന്റെ ജാതി. അല്ലാതെ ദൈവത്തിന് ജാതിയില്ല. മനുഷ്യനാണ് ജാതി ഉണ്ടാക്കിയത്, കുലങ്ങൾ ഉണ്ടാക്കിയത്, മതങ്ങൾ ഉണ്ടാക്കിയത്, നിയമങ്ങൾ ഉണ്ടാക്കിയത്, പ്രമാണങ്ങൾ ഉണ്ടാക്കിയത്, ജാതി ഉണ്ടാക്കി, പേരുണ്ടാക്കി, വെറുപ്പുണ്ടാക്കിയതൊക്കെ മനുഷ്യനാ. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. എന്റെ കേൾക്കുന്ന മാതാപിതാവേ, ആമീൻ. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ലാത്ത ദൈവമാ. അവൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിലെ ശാപങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. വചനം പറയുക, സ്തോത്രം ഹല്ലേലൂയ. ആമീൻ, സ്തോത്രം ഹല്ലേലൂയ. നീ ആമീൻ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോകും. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ ശത്രുക്കൾ എങ്ങനെ നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും. അവരെ ദൈവം 7 വഴിയായി ചിതറിക്കുവന്ന ചിതറിക്കും. സ്തോത്രം. അവർ ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. കേട്ടോ, അനുഗ്രഹം തന്നെ. അത് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വായിച്ച വചനം എന്താണ്? ആമീൻ, സ്തോത്രം. അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റിത്തരും. അതിന്റെ പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ഇസ്രായേൽ ദൈവത്തോട് മത്സരിച്ച മത്സരം അവർക്ക് അനുഗ്രഹത്തിന് പകരം ശാപവും ക്രോധവുമായി മാറി. അവരിൽ അനവധി ആളുകൾ മരുഭൂമി പെട്ടുപോയതുപോലെ നീ പെട്ടുപോകാതെ ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹത്തെ, ദൈവത്തിന്റെ വചനത്തെ നീ കേട്ടനുസരിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് പുതിയ നിയമ ഉടമ്പടിക്കകത്ത് ക്രൂശിലെ അവൻ അവസാനമായ രക്തത്തിൽ ഉടമ്പടിക്കകത്ത് നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുക. സ്ഥിതിയെ ദൈവം മാറ്റും. കേട്ടോ, ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലമായത് കണ്ണുനീരിന് നടുവിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്റെ അവസ്ഥയിൽ മാറ്റം നൽകണമേ. അങ്ങയുടെ വചനം കേട്ടനുസരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനു വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോകരാജ്യം 800 കോടി ജനം ശൈശവത്തിലും ബാല്യ കൗമാര യുവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരത്തിൽ യാച റോഹണ ചോട്ടഞ്ഞു തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, പ്രാന്തേത സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ രക്ഷണം പിരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രികൾ, ഗവൺമെന്റ്, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയ്ക്ക് സകല ജനത്തെയും വലിയ കടലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നു വരും കരസേന, വ്യോമ, നാവികസേന അധികാരികൾ, അദ്ദേഹത്തിൽ കാക്കുന്ന കർത്താവ് ഞങ്ങളുടെ സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ക്രമസമാധാന പാലം, നിയമർപ്പാട് രംഗത്ത് ജുഡീഷ്യയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും സഹകരണ വിരുദ്ധ ആരോഗ്യ സാമ്പത്തിക മേഖല കർത്താവ് രംഗത്തായിരിക്കുന്നവർക്കായി ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. പാടത്തും പറമ്പിൽ കോറിയിൽ കല്ലോടും മണ്ണോട് തരിയോടും മണ്ണടിക്കുന്ന വിവിധ ഓഫീസുകൾ, വിവിധ കമ്പനികൾ ജോലി, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത് വലിയ വ്യാപാരി, വ്യവസായങ്ങളെ, എല്ലാ വഴിയോടെ കച്ചവടക്കാരെയും, കാർഷിക മേഖല, ക്ഷീരമേഖല പണിയെടുക്കുന്ന എല്ലാ മേഖല കഠിനാധ്വാനം ചെയ്ത് വിദേശ രാജ്യത്ത് കഠിനമായി കഷ്ടപ്പെടുന്ന മട്ടാതി വേദന അനുഭവിക്കുന്ന നാട്ടിലെ കടന്നു സാധനം കിട്ടാവുന്ന ഭാരപ്പെടുന്ന വിദേശ രാജ്യ രോഗികളായി കഴിയുന്ന ദേശദ്രോഹികളെ കിടന്നവർ, ശാപത്തിനും പാപത്തിനും കടന്നു പോകുന്ന അനവധി ആളുകൾ, വിവിധ വേദനകൾ കടന്നു പോകുന്ന ജനം, കർത്താവിന്റെ പകർക്കാൻ പിടിപ്പിക്കപ്പെടും മടങ്ങി വന്ന് ദൈവത്തിന് വചനം കേട്ടനുസരിച്ച് അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി പറഞ്ഞ ദൈവത്തിന് വചനം, കർത്താവ് വചനം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ജനം പ്രാപിപ്പാട്ടയാകണമേ. കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊണ്ടിട്ട് കൊട്ടാതുവരെ എല്ലാ മത സാമൂഹിക സാംസ്കാരിക എല്ലാ മാധ്യമ വീഡിയോ നിൽക്കുന്ന സൈന്റിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ കർത്താവ് സോദരൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ, ഫറദോഷ പാർട്ടികൾ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല ജനങ്ങളും മാനസാന്തരപ്പെടുന്ന ദൈവങ്ങളിലും കേരളത്തിന്റെ ഭാരത രൂപരാൻ സമാധാനത്തിനായി തേജ് കർത്താവ് ചില സ്ഥലങ്ങളൊക്കെ മില്ലപ്രളയം പെട്ടെന്നുണ്ടായി
മേൽക്കൊണ്ടായി വളരെ നാശം വിതയ്ക്കുമ്പോൾ കർത്താവിനോട് ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച രാജ്യത്തിന് സമാധാനം നൽകണമേ. രാജ്യത്തെ കർത്താവ് സൂക്ഷിച്ച് ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, അറിയാൻ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തലമുറയെ നശിപ്പിക്കുന്ന മദ്യവുമായി വൻസലഹരി പദാർത്ഥങ്ങൾ കർത്താവെ, മദ്യരൂപികളെ, മേഘരൂപികളെ, പന്മസരൂപികളെ, കള്ള പലിശ വാങ്ങുന്ന കൊള്ളക്കാരെ, ഈ കർത്താവി സ്തോത്രം എല്ലാ സ്ത്രീമാവിൽ പൂർണ്ണമേ എല്ലാ പെൺമാഫികളെയും എല്ലാ ഭൂമാവികളെല്ലാം സന്ദർശിക്കുന്നതായി കർത്താവ്. തീവ്രവാദികൾ, ഭീകരവർഗീയവാദികൾ എന്ന് വേണ്ട സകല കുതന്ത്രം, എല്ലാ കള്ളന്മാരും കൊള്ളക്കാരും കുലവാദികളും എല്ലാം അശ്ലീലമായി ജീവിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവ് സന്ദർശനം മനസ്സാന്തരം കൊടുക്കണമേ. അശ്ലീലമായി ചിത്രം കാണിച്ച് ഏറത്തെ കൂടാമി തകർക്കുന്ന മൊബൈലിലൂടെ, ഗെയിമിലൂടെ കർത്താവ് റബികളുടെ ജനത്തെ നശിപ്പിക്കുന്ന അനവധി സാത്താന്യ ശക്തികളെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നപ്പോൾ അവർക്ക് മനസ്സാന്തി കെട്ടപ്പെട്ട് അനേക ജീവിതങ്ങൾ സാത്താന്യ ആരാധന ലോകപാട് പെരുകും, കേരളത്തിൽ പെരുകും, ഓൺലൈൻ സാത്താന്യ കുടുങ്ങി അനേകർ ജീവിതം തകരുമ്പോൾ ഇന്ന് പകൽ കർത്താവ് ജനത്തിന് മനസ്സാന്തരം കൊടുക്കണം, മടങ്ങി കൊടുക്കണമേ. ദൈവമക്കളെ, ദേവദാസന്മാരുടെ കുടുംബങ്ങളെയും വിദേശായി വിടിവിക്കണമേ, സൗഖ്യം കൊടുക്കണം, ചെയ്ത് കിടക്കുന്നതിലുള്ള മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കാണ്. സകലമുഖത്തൊടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.